ആലപ്പുഴ ഹരിപ്പാട് ആനക്കരികിൽ സ്വന്തം കൈക്കുഞ്ഞുമായി സാഹസം കാണിച്ച പാപ്പാൻ അറസ്റ്റിൽ. കൊല്ലം കൊട്ടിയം സ്വദേശി അഭിലാഷാണ് പോലീസിന്റെ പിടിയിലായത്. പെരുമ്പാവൂരിൽ നിന്നാണ് ഹരിപ്പാട് പോലീസ് പ്രതിയെ പിടികൂടിയത്. 5 മാസം പ്രായമായ കുഞ്ഞിനെ ആനയ്ക്ക് അടുത്ത് കൊണ്ടുപോയി അഭ്യാസം കാണിക്കവെയാണ് കുഞ്ഞ് കയ്യിൽ നിന്നും താഴെ വീണത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇത് ഹരിപ്പാട് പോലീസ് സ്വമേധയായി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഇന്നലെ ഈ ആനയുടെ 1-ാം പാപ്പാൻ ജിതിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുട്ടിയുമായി സാഹസം കാണിക്കുന്ന കുട്ടിയുടെ പിതാവ് കൂടിയായ അഭിലാഷ് കൊട്ടിയത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെരുമ്പാവൂരിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ആയിരുന്നു ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. 5.5 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായിരുന്നു ഈ പാപ്പാനെ കൊന്നതിന് ശേഷം തളച്ചിരുന്ന ആനയ്ക്ക് അടുത്ത് എത്തുകയും ആനയുടെ വയറിനടിയിൽ കൂടി നടത്തുന്നു. അതിനുശേഷം ആനയുടെ കൊമ്പയിൽ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടി കയ്യിൽ നിന്നും വഴുതി താഴെ പോകുന്നു. ഇതേ സമയം തന്നെ പാപ്പാന്മാർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോഴുള്ളത്. ഇതേ തുടർന്നാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവും ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് എന്നതാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തു തന്നെയായാലും ഒളിവിൽ പോയ അഭിലാഷ് കൊട്ടിയം ഈ കുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ ആനയുടെ 2-ാം പാപ്പാനായി താൽക്കാലികമായി ജോലി നോക്കുകയായിരുന്ന ആളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിഷ്ണു, ശരി, സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.